അപ്പോൾ നമ്മൾ സൂചിപ്പിച്ചപ്പോൾ തന്നെ പരിപാടിക്കാനുള്ള പൈസ മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. അവസാനത്തെ മെസ്സേജാണ് ഏറെ സങ്കടകരവും ആശ്വാസകരവും. അതൊരു മനുഷ്യൻ്റെ ഇതൊന്നും തരാതിരിക്കാൻ വേണ്ടി പറയുന്ന അല്ല, ഞങ്ങൾ തന്നിട്ടേ പോകുള്ളൂ. പക്ഷെ അതൊരു മനുഷ്യൻ്റെ സമ്മതത്തോടും അതിൻ്റെ ബാഹുല്യം ആലോചിച്ചാൽ ഞങ്ങളിങ്ങനെ ഇരുന്ന് ആലോചിച്ചൊരു ദിവസം അല്ല ഇത്ര സൃഷ്ടികൾ നമ്മൾ വായിച്ചെടുക്കാൻ ആൾക്കാർ ബുദ്ധി ഇരുന്ന് വായിച്ചെടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വരുന്ന നല്ല സൃഷ്ടികളിൽ നിന്ന് 2-3 പുസ്തകം നമ്മുടെ ജനുവരി മാസത്തോടുകൂടി നമ്മുടെ കുട്ടികളുടെ നമ്മുടെ അമ്മമാർക്ക് കത്തെഴുതുന്നത്, അധ്യാപകർ നന്നായിട്ട് എഴുതുന്ന അധ്യാപകർ അവർക്കും കത്തെഴുതുക. അവരുടെയൊക്കെ സൃഷ്ടികൾ ചേർത്ത് അടുത്ത വർഷം 2026 ഫെബ്രുവരിയിലോ മാർച്ചോ നമ്മുടെ അധ്യയന വർഷം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ പുസ്തകം ഇറക്കും എന്നുള്ളത്. അങ്ങനെ അത് തരണമെങ്കിൽ എല്ലാ സ്കൂളുകളിലും എല്ലാ കുഞ്ഞുങ്ങളുടെയും രചനകളെ വിദ്യാർത്ഥിയിലേക്ക് കൃത്യമായി എല്ലാ മാസവും നിങ്ങളെ തരുന്നതായിരുന്നു. മറ്റൊരു കാര്യം ഭാഗ്യമുണ്ടോ നിർഭാഗ്യമുണ്ടോ ഇനി എൻ്റെ മുന്നിൽ ഇരിക്കുന്ന ആളുകളാണ് ഈ വർഷത്തെ ഈ ലെറ്റർ ടു റിയാസി എന്ന പരിപാടിയുടെ നോഡൽ അധ്യാപകരായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ടീച്ചർമാർ. അത് നിങ്ങളുടെ ഭാഗ്യമാണെന്ന് എനിക്കറിയാം. ഒരു വർഷത്തെ ഈ ലെറ്റർ ടു റിയാസി എന്ന പരിപാടി നിയന്ത്രിക്കുന്നത് ഇത് സ്കൂളിൽ പോയി SRD പോയി അവതരിപ്പിക്കുന്നത്, അവിടെ കൃത്യമായി പ്ലാൻ ചെയ്യുന്നതും അവിടെ ഓരോ മാസവും കൃത്യമായി ഇത്രയും കത്തുകൾ റിയാസിയിലേക്ക് അയച്ച് ഉറപ്പുവരുത്തുന്നതും നിങ്ങൾ ഓരോരുത്തരുമാണ് എന്ന് മാത്രം ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമതൊരു കാര്യം കൂടി പറഞ്ഞു അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഈ പരിപാടി ഒറ്റയ്ക്കല്ല സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയിലെ മഹത്തായിട്ടുള്ള സ്ഥാപനമായ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഈ പരിപാടിയുടെ ഭാഗമായിട്ട് നമ്മൾ സഹകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ സഹകരിക്കാന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയുമ്പോൾ നിങ്ങൾ തൊട്ടപ്പുറത്തെ പോസ്റ്റ് ഓഫീസിൽ പോയി ചിലപ്പോൾ ഇല്ലൻ്റ് കിട്ടിക്കോളണമെന്നില്ല. കാരണം ഇല്ലൻ്റ് ആരും ഞങ്ങൾ ഇല്ലൻ്റ് മേടിക്കണം എന്ന് വിചാരിച്ചത് നമ്മൾ കുഞ്ഞുമക്കൾക്ക് രചന നടത്താൻ വേണ്ടി ഇല്ലൻ്റ് മേടിക്കുന്ന ഇല്ലൻ്റ് അവിടെ കിട്ടാനില്ല. പക്ഷെ നമ്മൾ ഈ പദ്ധതി തുടങ്ങുമ്പോഴേക്കും എല്ലാം പോസ്റ്റ് ഓഫീസിൽ ഇല്ലൻ്റ് എത്തിക്കാമെന്ന് പോസ്റ്റൽ സൂപ്രണ്ട് തന്നെ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ സ്കൂളിൽ വേണമെങ്കിൽ ഫിലാറ്റലിയുടെ ഒരു പ്രദർശനം സൗജന്യമായി പോസ്റ്റ് ഓഫീസ് സംഘടിപ്പിച്ച് തരാമെന്ന് ഏറ്റുകൾക്ക് ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ മികച്ച ഒരു പരിപാടിയായി സ്റ്റാമ്പ് കളക്ഷനൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അതൊരു മികച്ച അവസരമായിട്ടും അത് മികച്ച അനുഭവമായിട്ടും നമ്മുടെ സ്കൂളിനകത്ത് ഇടപെടാൻ വേണ്ടി കഴിയും. മാഡത്തിൻ്റെ നമ്പർ ഞാൻ ഗ്രൂപ്പിലിടാം. ഏതെങ്കിലും സ്കൂളുകൾ നടത്താൻ പരിപാടികൾ നടത്താൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ സ്കൂൾ തല ഉദ്ഘാടനത്തിൽ ഈ പരിപാടികൾ സ്കൂൾ തല ഉദ്ഘാടനത്തിൽ തന്നെ വേണമെങ്കിൽ അത്തരം പരിപാടികൾ മാഡത്തോട് ചോദിച്ച് നമുക്ക് നമ്മുടെ സ്കൂളുകളിൽ സൗജന്യമായിട്ട് അറേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ തന്നെ പോസ്റ്റ് ഓഫീസ് നമ്മളോട് ഒരുപാട് സഹായിക്കുന്ന ഒരു ഏറ്റവും മീറ്റിംഗായിട്ട് കേരളം ഒരു മാസത്തെ പരിപാടിയാണെങ്കിൽ ടെൻഷനില്ല. ഒരു പരിപാടി നന്നായി സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു മാസം അവർക്ക് പോകാമെന്ന്. പക്ഷേ 8 മാസം തുടർച്ചയായി ഒരേ ആവേശത്തോടെ ഒരേപോലെ ഒരേ കാട്ടുചോല, പെട്ടെന്ന് പെയ്യുന്ന മഴ, ഓടിത്തി പറക്കുന്ന രാവ് എന്നൊക്കെ പറഞ്ഞ നമ്മൾ വിഷയങ്ങളൊക്കെ യാന്ത്രികമായി എന്തൊക്കെയോ എഴുതുന്ന അവസ്ഥയിൽ സ്വന്തമായി എനിക്കിപ്പോൾ മഴയെക്കുറിച്ച് എഴുതാമെന്ന് വെച്ചാൽ മഴയെക്കുറിച്ച് എഴുതും. സുഗതകുമാരി രാത്രി മഴ എഴുതിയത് ഒരാളും രാത്രി മഴയെക്കുറിച്ച് എഴുതാൻ പറഞ്ഞതല്ല. കേശവകുട്ടി സാധാരണ എഴുതിയത് ഒരാളും